എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 റിസൾട്ട് 2024 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് +2വിന് ശേഷം ഏതെല്ലാം കോഴ്സുകൾ പഠിക്കാം, വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്തിരിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നൊരു ഡിഗ്രി കോഴ്സുകളുടെ കാര്യമാണ്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സിന് അപേക്ഷ നൽകാം. സയൻസ് പഠിച്ചവർക്ക് BSc ഫിസിക്സ്, BSc കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞ്, കൊമേഴ്സ് പഠിച്ചവർക്ക് BCom എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അക്കൗണ്ടിങ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. BCom എന്നൊക്കെ പറഞ്ഞ് എടുക്കാൻ സാധിക്കും. ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും ഒക്കെയുണ്ട്. എന്താണ് BA ഹിസ്റ്ററി, BA പൊളിറ്റിക്സ്, BA മലയാളം, BA ഇംഗ്ലീഷ്, BSc ജിയോളജി എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലുള്ള കോഴ്സുകൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും എന്തുണ്ട് ഉണ്ട്. പിന്നെ BA ഇംഗ്ലീഷും BA മലയാളവും BA ഹിന്ദിയും 3 കോഴ്സുകാർക്കും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റിയ കോഴ്സുകളാണ് BA മലയാളം, BA ഇംഗ്ലീഷ്, BA ഹിന്ദി എന്ന് പറയുന്നത്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റിയ കോഴ്സാണ്. ഇനി നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സിനോടാണ് താല്പര്യമുള്ളെങ്കിൽ നിങ്ങൾക്ക് പോളിടെക്നിക് പോലുള്ള കോഴ്സുകൾ എടുക്കാം. 3 വർഷമാണ് ഡിപ്ലോമ കോഴ്സിൻ്റെ കാലാവധി. ചില ഡിപ്ലോമ കോഴ്സുകളൊക്കെ 2 വർഷമേ ഉള്ളൂ. പക്ഷേ എന്നാലും ഡിപ്ലോമ കോഴ്സിൻ്റെ ഏകദേശമുള്ള ഡിപ്ലോമ കോഴ്സുകളുടെയൊക്കെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. നിങ്ങൾക്ക് ITI മേഖല വേണമെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഡിഗ്രിക്ക് നിങ്ങൾക്ക് കേരളത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രത്യേകമായിട്ട് അപേക്ഷ നൽകാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, CUET പോലെയുള്ള എക്സാം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റാണ് 2024 അപേക്ഷ കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിലൊക്കെ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ്, ആ CUET എഴുതാനുള്ള യോഗ്യത എന്ന് പറയുന്നത് +2 പാസ്സായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എലിജിബിലിറ്റി നേടിയിരിക്കണം. പിന്നെ എന്താണ്, ഡിഗ്രിയൊക്കെ എടുത്ത് കഴിയുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിപ്പം എന്താണ്, ഇപ്പോൾ 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകളാണ്. 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് നെറ്റ് പോലെയുള്ള പരീക്ഷകളൊക്കെ എഴുതാൻ സാധിക്കും. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, കോളേജ് പ്രൊഫസറിലേക്കുള്ള ടെസ്റ്റൊക്കെയാണ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലുള്ള എഴുതി നിങ്ങൾക്ക് പ്രൊഫസറാകാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, പിന്നെ എന്നിങ്ങനെയുള്ള വിവിധ പരീക്ഷകളിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് പരീക്ഷ മാത്രമല്ല, കുറേ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരീക്ഷകളിലേക്കൊക്കെ നിങ്ങൾക്ക് തന്നെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മേഖലയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാം. കീം പോലെയുള്ള പരീക്ഷകളൊക്കെ എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എഞ്ചിനീയറിംഗ് നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും. എൻ്റെ അപേക്ഷയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. കീം പോലെയുള്ള പരീക്ഷകളൊക്കെ എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നല്ല എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടി ആ മേഖലയിലേക്കൊക്കെ പോകാൻ സാധിക്കും. അപ്പോൾ കുറച്ച് കോഴ്സുകളുടെയൊക്കെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. ഇനിയും നിരവധി കോഴ്സുകളൊക്കെ ഉണ്ട്. വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക നോക്കുക. ഇനി നിങ്ങൾക്കിപ്പം ഏത് കോഴ്സാണ് വേണ്ടതെങ്കിൽ അത് എടുക്കുക. ഏതെങ്കിലും കോഴ്സിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഞാനിതിൽ പറയാതെ പോയിട്ടുള്ള ഏതെങ്കിലും കോഴ്സിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അതുവരെയും ബൈ.